നീറ്റ് 2026 അങ്ങനെ ഇവിടെ അവസാനിച്ചു. ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായി. നമ്മൾ ചെയ്യാത്ത തെറ്റിന്, നമ്മൾ കുറ്റക്കാരാവാത്ത തെറ്റിന് നമ്മൾ ഒരുപാട് അനുഭവിച്ചു. നീറ്റ് 2026 ഫസ്റ്റ് നീറ്റിൽ നന്നായിട്ട് സ്കോർ ചെയ്ത പല ആളുകളും റീനീറ്റ് വന്നപ്പോൾ താഴേക്ക് പോയി. ഫസ്റ്റ് നീറ്റിൽ സ്കോർ ചെയ്യാത്ത പലരും റീനീറ്റിൻ്റെ ടൈമിൽ നന്നായിട്ട് സ്കോർ ചെയ്തു. അവർക്ക് കൺഗ്രാറ്റ്സ്. പക്ഷേ ഇതേപോലെ ആദ്യത്തെ നീറ്റിൽ സ്കോർ ചെയ്തിട്ട് റീനീറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത മക്കളെടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ അലോട്ട്മെൻ്റ് ആയി. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഈ നീറ്റ് 2026 സെയിം അവസ്ഥയായിരിക്കോ ഇനി വരാൻ പോകുന്ന നീറ്റ് 2027 നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക? ആ ഒരു ചോദ്യമുണ്ട്. രണ്ട്, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് കിട്ടുമോ? കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും എൻ്റെ ഒരു വർഷം ഞാൻ വേസ്റ്റ് ചെയ്യണ്ടേ? ഈ ഒരു ചോദ്യമുണ്ട്. മാത്രമല്ല, ഫാമിലീനോട് ഞാൻ എന്തു പറയും? ഇനി ഒരു അവസരത്തിൽ എനിക്ക് കിട്ടാതായി പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനോട്, അമ്മേനോട്, ഉപ്പ, ഉമ്മ, എൻ്റെ ഫാമിലീനോട് അവരുടെ അടുത്ത് ഞാൻ എന്ത് പറയും? ഇങ്ങനെ പല കൺഫ്യൂഷൻസും കാരണം എന്ത് ചെയ്യണമെന്ന് ലൈഫിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാവും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞങ്ങളെ ഡോക്ടർ JP's ക്ലാസ്സസിൽ ഇതേ അവസ്ഥ തന്നെ മക്കൾ ഫേസ് ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും കോഴ്സിന് പോയാലോ? ആവുന്നില്ല മിസ്സേ, ഇനി ഒരു വർഷം കൂടി ശ്രമിച്ചു കഴിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇതേപോലൊരു പേപ്പറിലേക്ക് ഇനി ഉണ്ടായാലോ? കാരണം എന്താ, നമ്മളെ സിസ്റ്റത്തിൽ നമുക്ക് തന്നെ വിശ്വാസമില്ലാതായി. അതുകൊണ്ട് ഇനി എന്ത് മുന്നോട്ടേക്ക് ചെയ്യണമെന്ന് പറ്റാതെ B.Pharm പല കോഴ്സുകളും ആഗ്രഹിക്കാതെ B.Pharmലോട്ടോ ഇല്ലെങ്കിൽ ഇനി പോകുന്ന വേറെ എന്തെങ്കിലും മെഡിക്കൽ അലൗഡ് കോഴ്സിലേക്കോ, ചിലപ്പം മെൻ്റലി അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷേ സാഹചര്യം കൊണ്ട് എടുത്തു പോയാലോ? അങ്ങനത്തെ ഒരു കോഴ്സുകളും മോശം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ ഉള്ളിൽ നമ്മൾ ഏറ്റവും വലുതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് പല കാരണങ്ങളിൽ നമുക്കത് കിട്ടാതായിപ്പോയി. എന്നിട്ട് നമ്മൾ മറ്റുള്ള കോഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങളത് ഞാൻ പറയും, ഒരു തവണയും കൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. പേഴ്സണലി ഞാൻ ഈ വിഷമങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാരണം, ഓരോ മക്കളെയും നന്നായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പല ദിവസങ്ങളിലും രാത്രി ഉറങ്ങാൻ പറ്റാതെ എനിക്കാണെങ്കിലും JP സാറിനാണെങ്കിലും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ആലോചിക്കാൻ പറ്റുന്നില്ല, ഇനി എന്താ ചെയ്യുക, ഇനി എന്തിനാ പോവുക, പറ്റുന്നില്ല സാറേ, ഇനി ഒരു വർഷം കൂടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ പലപ്പോഴും നിങ്ങൾ പതിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ എനിക്കൊരു വാക്ക് തരാനുള്ളത്, അത്രയ്ക്ക് നിങ്ങളുടെ ഉള്ളിൽ എനിക്കിതില്ലാതെ പറ്റില്ല, ഇതെനിക്ക് റൂട്ടഡ് ആണ് എന്ന് തോന്നുന്ന ആളുകളുടെ അടുത്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതല്ല, എനിക്ക് വേറെ കോഴ്സിന് പോയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, എനിക്കിനി ഇതിൽ ഈ ലൂപ്പിൽ കയറി കറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആളുകൾ ഒരിക്കലും ഇത് കേൾക്കണ്ട. എനിക്കിത് പറ്റുള്ളൂ, എനിക്കിതിന്ന് വേറൊരു തരത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ബൈ ജെനുവിൻ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ, ഒരു തവണയും കൂടെ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. കാരണം വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾ ചേർന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഒരു തവണയും കൂടെ ഞാൻ ലാസ്റ്റ് ചാൻസ് ഞാൻ എടുത്തിരുന്നെങ്കിലെന്ന്. ഓൾറെഡി ഇപ്പോൾ B.Pharm ഇല്ലെങ്കിൽ BDS BAMS ഇങ്ങനെ എടുത്ത് ആഗ്രഹിക്കും മീൻസ് അതിന് പോകാൻ ആഗ്രഹമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു തവണയും കൂടി ഇനി അഥവാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും നല്ല കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റും. സോ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എനിക്കിതില്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടർ JP's ക്ലാസ്സസിൻ്റെ റിപ്പീറ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ 50 കുട്ടികളെ മാത്രം എടുക്കുന്ന ബാച്ചാണ് ഡോക്ടർ JP's ക്ലാസ്സസിൻ്റെ റിപ്പീറ്റ് ബാച്ച്. ഈ റിപ്പീറ്റ് ബാച്ച് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും നിങ്ങൾ അതിനു വേണ്ടി ഒരു ചാൻസ് എടുക്കുമ്പോൾ ഇനി നിങ്ങൾ ആ ചാൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു ചാൻസ് കൂടെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ, നമ്മൾ സ്വപ്നം കണ്ട മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണം. ഇന്ന് നമ്മൾ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും നാളെ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ പാരൻസിൻ്റെ അടുത്തും നമ്മുടെ ഫാമിലീൻ്റെ അടുത്തും നമ്മുടെ നാട്ടുകാരുടെ അടുത്തും നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് പറ്റി, ഞാൻ ചെയ്ത് കാണിച്ചു. സോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 50 കുട്ടികൾ മാത്രമുള്ള ബാച്ചിലേക്ക് നിങ്ങൾക്കും പങ്കുചേരാം. ഇനി ഈ ബാച്ചിൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ അക്കാഡമിക്സ്. അത് റിപ്പീറ്റ് ബാച്ച് ആണെങ്കിലും റിപ്പീറ്റ് ബാച്ച് ആണെങ്കിലും സൂപ്പർ ബാച്ച് ആണെങ്കിലും നമുക്കുള്ളത് എല്ലാം ഒരേ ഫാക്കൽറ്റീസാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും നല്ല ഇൻഡിവിജ്വൽ കെയർ ആൻഡ് അറ്റൻഷനാണ്. ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്, എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നത്, ആ ബുദ്ധിമുട്ടിനെ കറക്ഷൻ ചെയ്ത് മുന്നോട്ട് പോകാനും ഓരോ സ്കോർ
എവിടെയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനും നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മളെ മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് എയിംസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ്, തൃശ്ശൂർ എല്ലാ മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങളുടെ മെൻറ്റേഴ്സ്. സോ നിങ്ങളെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരായിരിക്കും നിങ്ങൾക്ക് റൂട്ട് ചെയ്യുന്നുണ്ടാവുക. മാത്രമല്ല പോർഷൻസ് ഒക്കെ കഴിഞ്ഞ് ഫുൾ എക്സാംസിലൂടെ പോയി ഓരോ എക്സാംസിലും വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോവുക. സോ ഈ ബാച്ചിൽ ഉള്ള ഓരോ കുട്ടിക്കും മാക്സിമം പേഴ്സണൽ അറ്റൻഷൻ തന്ന് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്കും അഡ്മിഷൻ വാങ്ങിക്കാം. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കോർ മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തരിക. ഈ മെറ്റീരിയൽസ് ക്ലാസ്സിൽ ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്ത് അത് നിങ്ങൾ ക്ലാസ് തന്നെ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തന്ന് പിറ്റേന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവുക. സോ നിങ്ങളെ സ്വപ്നം എവിടെയും വീണു പോകാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ അനുഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ JP's ക്ലാസ്സസിനെ 100% ട്രസ്റ്റ് ചെയ്യാം. സോ വെൽക്കം ടു അവർ ഫാമിലി.